നമസ്കാരം. അംശി മുംബൈയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോൾഡൻ വോയിസ് മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 22 ഗായകരാണ് ഇനിയുള്ള മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. നാടൻപാട്ട് ഈ മത്സരങ്ങളിലേക്ക് ഏവർക്കും അങ്ങനെ ആദ്യഘട്ട മത്സരങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. മികച്ചതിൽ മികച്ചവരായ 22 ഗായകരെ തേടി ഇനി അടുത്ത റൗണ്ട് ഇവിടെ ആരംഭിക്കുന്നു. നാടൻ പാട്ടുകൾ, പേരുപോലെ തന്നെ നാടിൻ്റെ സൗന്ദര്യം, മണ്ണിൻ്റെ മണമുള്ള സംഗീതം, അങ്ങനെ ഒട്ടുമിക്ക മികച്ച നാടൻ പാട്ടുകളുമായിട്ടാണ് നമ്മുടെ 22 ഗായകർ നിങ്ങൾക്ക് മുന്നിൽ ഇനി വരാൻ പോകുന്നത്. പൊതുവെ പറയാറുണ്ട്, മറുനാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടികളാണെങ്കിൽ മലയാളം കുറച്ച് അരിയുമെന്ന്. പക്ഷേ പ്രേക്ഷകരുടെ എല്ലാ പ്രതീക്ഷകളും മറികടന്നാണ് നമ്മുടെ ഗായകർ ഇവിടെ നാടൻ പാട്ടുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനോടൊപ്പം ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീ പുതുശ്ശേരി ജനാർദ്ദനൻ, പിന്നെ ഗായികയും നർത്തകിയുമായ ഉത്തര ഉണ്ണി എന്നിവ നമുക്ക് വേണ്ടി നാടൻ പാട്ടിന്റെ അറിവ് പകർന്നു തരാൻ ഇവിടെ കാത്തിരിക്കുമ്പോൾ നമ്മൾ ഇനി എന്തിനാ അവിടെ വെയിറ്റ് ചെയ്യുന്നത്? വേഗം പോയി ആസ്വദിക്കാം 22 മികച്ച ഗായകരുടെ നാടൻ പാട്ടുകൾ on Amchi Mumbai ka apna reality show Good Win Golden Voice 2016. മത്സരം എന്ന് പറയുമ്പോൾ ഒരു വിന്നറിനെ തേടിയുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു മത്സരമായതുകൊണ്ട് മികച്ച ഗായകരായിട്ടും കൂടെ ചില ഗായകർക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഇനി തുടരാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും അംചി മുംബൈ കുടുംബത്തിലെ അംഗമായിരിക്കും അവരെന്നും. അതുകൊണ്ട് തന്നെ മികച്ച ആ ഗായകർ, ഇനി മുന്നോട്ട് നമ്മളോടൊപ്പം പാടാനില്ലാത്ത ആ ഗായകരെ നമുക്ക് ഒന്ന് വേദിയിൽ സ്വാഗതം ചെയ്ത് ഒരു പ്രോത്സാഹന സമ്മാനം നൽകാം. Over to you. എന്താണ് പറയാനുള്ളത് ഇവർക്കൊക്കെ? ഒരു വേർഡ്സ് ഓഫ് എൻകറേജ്മെന്റ്, സപ്പോർട്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, വെൻ വൺ ഡോർ ക്ലോസസ് എ മില്യൺ ഓഫ് ദം ഓപ്പൺസ് അപ്പ്. അപ്പോൾ ഈ ഒരു വേദിയിൽ നിന്ന് എലിമിനേറ്റ് ആയി എന്ന് വെച്ചിട്ട് ആരുടെയും ഫ്യൂച്ചറോ ഒന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും ഫസ്റ്റ് ആവാൻ പറ്റില്ലല്ലോ എപ്പോഴും. എല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇത്രയും വലിയൊരു ഷോൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞല്ലോ, ഇതുവരെയൊക്കെ എത്തിയല്ലോ. ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വെന്യൂസ് കിട്ടും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിന് എന്താ പറയാനുള്ളത് ഈ ഷോനെ? ഇങ്ങനത്തെ ഒരു ഫോർമാറ്റും എങ്ങനെ, എന്താ സാറിന്റെ ഒപ്പീനിയൻ? കേരളത്തിന് വെളിയിലുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അതിൻ്റെ ആ സന്തോഷം ഈ കുട്ടികളുടെ മുഖത്ത് കാണാനുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരു റിയാലിറ്റി ഷോ എന്നുള്ളതിൽ ഒരു ചാനലിൽ ഇങ്ങനെ, കേരളത്തിലെ ഒരു ചാനലിൽ ഇങ്ങനെ ഇവരുടെ പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചുള്ള വലിയൊരു ഡ്രീമാണ്. കാരണം നാട്ടിലിങ്ങനെ ധാരാളം നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ബോംബെ എന്നുള്ളതോ കൽക്കട്ടയിൽ നിന്നുള്ളതോ ചിലപ്പം 1-2 പേരൊക്കെ വന്നു പോകാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ള റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് വലിയൊരു ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ള അംശി മുംബൈക്കാണ് ഏറ്റവും അധികം ഒരു നന്ദി പറയേണ്ടത്. അവരുടെ ടാലൻറ്റ് ഷോ കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അത്. നമ്മൾ നാട്ടിൽ നിന്ന് ഞങ്ങൾ വന്ന് അവരെ ഒരു ജഡ്ജ് ചെയ്യാൻ ആയിട്ട് എത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. മറ്റുള്ള സ്റ്റേറ്റിലെ കുട്ടികളുടെ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു നിലവാരത്തെ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള ഒരു ചാൻസാണ്. അവരുമായിട്ട് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴും അവർക്ക് ഒരു എന്താണ് അവരുടെ സംഗീതത്തിൽ ഇനി അവർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു സംവാദവും അതിലൊക്കെ കുട്ടികളുമായിട്ട് ഇടയ്ക്ക് ഉണ്ടാകും. അതുമൊക്കെ വളരെ അവർക്ക് ഒരു പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇവർ പെർഫോം ചെയ്യാൻ പോകുന്നത് നാടൻ പാട്ട് റൗണ്ടാണ്. ഇതിൽ കുറേ കണ്ടസ്റ്റൻസ് ഒന്നും നാടൻ പാട്ട് ഒരിക്കലും പാടിയിട്ട് പോലുമില്ല. എന്നാലും അവർ വളരെ ഹാർഡ് വർക്കൊക്കെ ചെയ്ത്, അപ്പോൾ സെമി ഫൈനൽ റൗണ്ട് ഇവരൊക്കെ അടിച്ചു പൊളിക്കാൻ പോവുക. നല്ല നല്ല നാടൻ പാട്ടൊക്കെ നമുക്ക് കേൾക്കാൻ കിട്ടും. Now it's time to announce the best 22 singers of Amchi Mumbai ka apna reality show Good Win Golden Voice 2016.
ഈ ഇടയ്ക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീ കാവാലം നാരായണ പണിക്കർ സാറുടെ മോനായ ശ്രീ കാവാലം ശ്രീകുമാർ, അദ്ദേഹത്തിന് ഒരു മുഖവരയുടെ ആവശ്യമില്ല. കാരണം കർണാടക സംഗീതത്തിലൂടെയും നാടൻ പാട്ടിലൂടെയും ഒട്ടുമിക്ക മികച്ച പാട്ടുകളിലൂടെയും നമ്മൾ ഏവരും ഒരുപാട് ആസ്വദിച്ച ഒരു ശബ്ദമാണ് അദ്ദേഹത്തിന് ഇവിടെ വിധികർത്താവായി കിട്ടിയതിൽ അംചി മുംബൈ ടീം ഒരുപാട് സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഇറ്റ്സ് എൻ ഓണർ ടു വെൽക്കം ശ്രീ കാവാലം ശ്രീകുമാർ. കടുക്കേ മുടുക്കേ കാച്ചിരിനിക്കഭയത് മക്കൾക്ക് കണ്ണ് മൊയ്ത് എന്നിട്ടും പറവയാകാനേനു പറ്റില്ലാലോ. കടുക്കേ മുടുക്കേ കാച്ചിരിനിക്കഭയത് മക്കൾക്ക് കണ്ണ് മൊയ്ത് എന്നിട്ടും ഭക്തിയാകാനേനു പറ്റില്ലാലോ, ഏനു പറ്റില്ലാലോ. ആണിനോ പെണ്ണിനോ മനതലിവില്ലാണ്ട് ആണിനോ പെണ്ണിനോ മനതലിവില്ലാണ്ട് ആണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തിരിയാ മൃഗമോ. ആണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തിരിയാ മൃഗമോ. മലയോളം ചക്കര കൊണ്ടു കനവു പൊലിച്ചേ ചങ്കിലൊരു പൈങ്കിളി വന്ന് കിലുകിലം വച്ചേ. മലയോളം ചക്കര കൊണ്ടു കനവു പൊലിച്ചേ ചങ്കിലൊരു പൈങ്കിളി വന്ന് കിലുകിലം വച്ചേ. അടിയാത്തി പണിച്ചി പെണ്ണുണ്ട് മൊട്ടത്തി പെണ്ണ് ഒരുങ്കത്തോരുങ്കത്തില് വട്ടം കളിച്ചേ. അടിയാത്തി പണിച്ചി പെണ്ണുണ്ട് മൊട്ടത്തി പെണ്ണ് ഒരുങ്കത്തോരുങ്കത്തില് വട്ടം കളിച്ചേ. ആണിനോ പെണ്ണിനോ തിരുവ് തെരിയാ മൃഗമോ. ആണോ ഞാൻ പെണ്ണോ ഞാൻ തിരുവ് തെരിയാ മൃഗമോ. വടക്കത്തി പെണ്ണാളേ. നാടൻ പാട്ടിന്റെ ഒരു ഗ്രീനറി, ഒരു പച്ചപ്പ് ഇവിടെ തീരുന്നില്ല. ഇനി ഒരുപാട് നല്ല ഗാനങ്ങളും നല്ല കാഴ്ചകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയിട്ട് ഇപ്പൊ വരാം, എവിടെയും പോരുത്, സ്റ്റേ. നാടൻ പാട്ട് എന്ന് പറയുമ്പോ ഓ എന്നതിലപ്പുറം ഒരുപാട് അറിവ് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ശ്രീ പുതുശ്ശേരി ജനാർദ്ദനൻ സർ. അദ്ദേഹത്തിന് നാടൻ പാട്ടിലുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ടോപ്പിക്കിൽ ചെയ്തിരിക്കുന്ന റിസർച്ച് അപാര ജ്ഞാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഫോക്ലോർ അക്കാഡമിയുടെ പുരസ്കാരവും കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അംചി മുംബൈയുടെ വേദിയിലേക്ക് സ്വാഗതം. കേരളീയ ഗ്രാമങ്ങളിൽ പാടിവരുന്ന പുള്ളോനും പുള്ളോത്തിയും വീണയും കുടവും ഉപയോഗിച്ച് പാടിവരുന്ന നാവൂറ് പാട്ടാണ് അവതരിപ്പിക്കുന്നത്.
ഭൂമിയിൽ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ 18 തരം രോഗങ്ങൾ വരാം. കാറ്റ്, വെയിൽ, മഞ്ഞ്, അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട്. ഇതിന് സംഗീതമാണ് മരുന്ന്. അമ്മയുടെ അമ്മിഞ്ഞ പാലും സ്നേഹവാത്സല്യവും ഈ നവൂറ് പാട്ടും സംഗീതവും ഉണ്ടെങ്കിൽ ഈ 18 രോഗവും മാറും എന്നാണ് ശാസ്ത്രം ഇന്ന് തെളിയിച്ചിരിക്കുന്നത്. പഴമകേറിയ സംഗീത ചികിത്സ, ഇന്നത്തെ മ്യൂസിക് തെറാപ്പി, പുള്ളുവന്മാരുടെ നാവൂറ് പാട്ട്. ഉത്രട്ടാതി നക്ഷത്രം തീണ്ടിപ്പിറന്ന അഭിറാം കുഞ്ഞിന് നാവൂറ് പാടുന്നേ. ശ്രീമഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ഓമന ഉണ്ണേക്ക് നാവൂറു പാടുന്നേ. ഉത്രട്ടാതി നക്ഷത്രം തീണ്ടി പിറന്നുള്ള അഭിറാം കുഞ്ഞിനെ നാവൂറുഴിയുന്നേ. മിറ്റത്ത് ഉണ്ണീടെ കാലടി കാണാനും, മിറ്റത്ത് ഉണ്ണീടെ കാലടി കാണാനും, കാലേ ചെറുപ്പത്തിൽ കാണാൻ കൊതിച്ചമ്മ. പെറ്റൊരു നാൾ തൊട്ടേ, പെറ്റൊരു നാൾ തൊട്ടേ 6-ാം മാസത്തിങ്കൽ ഇട്ടൊരു പേരാണ് അഭിയെന്നേ. അമ്മയ്ക്ക് ഉയിരാണ്, അച്ഛന് പൊന്നാണ്, മുത്തശ്ശി വീട്ടോർക്കും അരുവക്കിടാവാണ്. നാവൂറു പാടുന്നേ നേരത്തെ നാഗങ്ങളും ദേവകൂലങ്ങളും ഉണർന്നു കൊള്ളുകേ. പക്ഷിദോഷം, പർവദോഷം, ജാലദോഷം, പിണിദോഷം, സർവദോഷങ്ങളും തീർന്നേ. ഉത്രട്ടാതി നക്ഷത്രം തീണ്ടിപ്പിറന്ന അഭിറാം കുഞ്ച് ശ്രീ മഹാദേവനെ പോലെ ആയുസും അഴകേറി നീണാൾ വാഴട്ടെ. നാഗകന്യകേ വന്ന് കളം കൊൽക, പൂജ കൊൽകേ, നാഗരാജാവ് വന്ന് അനുഗ്രഹിക്കേ. അമ്മയുടെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോയി, അമ്മയുടെ കാൽപ്പാടുകൾ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി. ഇപ്പോൾ ഒരു ഗായിക, ഒരു നർത്തകി എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ സ്വന്തമായി ഒരു ഇടം നേടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ അടുത്ത വിധികർത്താവ്, ഒരു സെലിബ്രിറ്റി ജഡ്ജായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാഗതം ഉത്തരാ. എനിക്കറിയാം പാട്ടുകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്താ ചെയ്യുക, വേറെ നിവർത്തിയില്ല. വിഷമിക്കരുത്, ഞങ്ങൾ ഇപ്പോൾ പോയി ഓടി വരാം. അതുവരെ കാത്തിരിക്കൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ ആംചി മുംബൈ കാ അപ്നാ റിയാലിറ്റി ഷോ ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് 2016. എല്ലാ റിയാലിറ്റി ഷോസിലും കേൾക്കുന്ന ഒരു വാക്കുണ്ട്, പെർഫോമൻസ് റൗണ്ട്. എന്താണ് ഈ പെർഫോമൻസ് റൗണ്ട്?
എനിക്ക് തോന്നുന്നു ഒരു ഗായിക എന്ന നിലയിൽ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാട്ടിൻ്റെ ഭംഗി അതേ രീതിയിൽ ആസ്വദിച്ച് പാടുക, എന്നിട്ട് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അത് ആസ്വദിക്കാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കുക. അപ്പം നമ്മുടെ ഓഡിഷൻ റൗണ്ടിൽ വളരെ മാന്യമായി ഇങ്ങനെ ഒരു സർക്കിളിനകത്ത് മയക്കം പിടിച്ച് നിന്ന് പാടിയ പാട്ടുകാർ ഇന്ന് ഫുൾ ഡാൻസ് ഒക്കെ കളിച്ച്, നിങ്ങൾ ഈയിടെ പ്രൊമോസിൽ കണ്ടിട്ടുണ്ടാവും, ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ചു പൊളിച്ച് പാടി. എന്ത് പറ്റി പെട്ടെന്ന് ഇവർക്ക് ഈ എനർജി വരാൻ? വേറെ ഒന്നുമല്ല, എനർജിയുടെ പുറകിലുള്ള സീക്രട്ട് ആണ് തവം ഗ്രാമവേദി ഫ്രോം കണ്ണൂർ. തവം ഗ്രൂപ്പിനെ നമ്മുടെ ഹൃദ്യമായ സ്വാഗതം. കാർമുകിൽ വർണ്ണ നന്ദന മുകുന്ദ പാഹിമാ സിത്താരതിയുടെ എന്നോമനെ പൊന്നുണ്ണി കൃഷ്ണ കാർമുകിൽ വർണ്ണ നന്ദന മുകുന്ദ പാഹിമാ സിത്താരതിയുടെ ആരി അരി അരി ആരി ദിരി ആരോ ആരോ ആരി അരി അരി ആരി ദിരി ആരാ പുരുഷന്മാരെ നിങ്ങളാരും കൃഷ്ണനെ കണ്ടോരുണ്ടോ? ബാലപുരുഷന്മാരെ നിങ്ങളാരും കൃഷ്ണനെ കണ്ടോരുണ്ടോ? ഇന്നു വന്നില്ല താഴെ മുകുന്ദനി മണ്ണിൽ കളിപ്പതിനായി, ഇന്നു വന്നില്ല താഴെ മുകുന്ദനി മണ്ണിൽ കളിപ്പതിനായി. ആരി അരി അരി ആരി തിരി ആരോ ആരി അരി അരി ആരി തിരി ആരാ കൂട്ടത്തിലോ ചെന്നാലവൻ ചന്തമായി പന്തടിക്കും, പന്തടിക്കൂട്ടത്തിലോ ചെന്നാലവൻ ചന്തമായി പന്തടിക്കും. വട്ടുകളത്തി ചെന്നാൽ അവനോ തിട്ടമായി വട്ടടിക്കും, വട്ടുകളത്തി ചെന്നാൽ അവനോ തിട്ടമായി വട്ടടിക്കും. ആരി അരി അരി ആരി തിരി ആരോ ആരി അരി അരി ആരി തിരി ആരാ ആരി അരി അരി ആരി തിരി ആരോ കാണാൻ പോകുന്ന പൂരം കുറേയൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞില്ലേ? ഇപ്പോൾ ഇനി അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും എത്തും. അതുവരെ ഇതിൻ്റെ എല്ലാ നാടൻ പാട്ട് ഫ്ലേവറിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. റൈറ്റ് നൗ ഇറ്റ്സ് ടൈം ഫോർ എ ഫാസ്റ്റ് ന്യൂസ്.